ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു എൻഗേജ്മെൻറ്റ് ലുക്കാണ് ചെയ്യുന്നത്. കറക്റ്റ് സ്കിൻ ടോണിൽ ഒരുപാട് ഹെവി ആകാതെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആളുടെ ഫേസിൻ്റെ ഒരു ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരുന്നു. സോ നമ്മൾ ആ ഒരു ഡ്രൈനെസ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള പ്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പ്രിപ്പിങ്ങിന് മുന്നേ തന്നെ അക്വയുടെ നോട്ടി ബ്രൗൺ എന്നുള്ള ഒരു ലെൻസ് ഷെയ്ഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരു ഷെയ്ഡാണ്. സോ ആൾക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ടാണ് പ്രിപ്പിങ് ചെയ്തത്. ഇപ്പോൾ കളർ കറക്ഷനാണ് ചെയ്യുന്നത്. അത് ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് ആളുടെ ഡാർക്ക് സ്പോട്ടൊക്കെ നന്നായിട്ട് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഓറഞ്ച് കറക്റ്റർ വളരെ നാച്ചുറലായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഒരുപാട് ഹെവി ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പിടിയിൽ കവറേജ് ആകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഓറഞ്ച് കറക്റ്റർ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. എൻ്റെ ഫേസ് നല്ല ഡ്രൈ ആയതുകൊണ്ട് ഞാൻ പൗഡർ വളരെ കുറവ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐബ്രോസിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫില്ലായിട്ടുള്ള ഐബ്രോസ് ആയിരുന്നു. ഞാനിപ്പോഴും ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ബഡ്സ് വെച്ചിട്ട് ഐബ്രോസ് ക്ലീൻ ചെയ്യാറുണ്ട്. അതിനകത്ത് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഷെയ്ഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. രണ്ട് ഐബ്രോസും ഒരേപോലെ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐബ്രോസ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ബേസായിട്ട് ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തത്. ഞാൻ എല്ലാ മേക്കപ്പിലും ഞാൻ ബേസ് കൊടുക്കുന്നത് ബ്രൗൺ ആയിരിക്കും. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങിന് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ കോസ്റ്റ്യൂമിന് മാച്ച് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഈ കണ്ണിൻ്റെ താഴെയും ഞാൻ ആ ഒരു സെയിം ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾക്കിപ്പോൾ ഷിമ്മർ സെലക്ട് ചെയ്ത് കാണിക്കുകയാണ് ഏതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അങ്ങനെ കോസ്റ്റ്യൂമിന് മാച്ച് ആയിട്ടുള്ളൊരു ഷിമ്മറും കൂടെ സെലക്ട് ചെയ്ത് ഐയുടെ ആ ഒരു എൻ പോർഷനിൽ നന്നായിട്ട് ഔട്ടർ കോർണറിൽ ആ ഒരു ഭാഗത്ത് ആ ബേസ് ഇട്ടിരുന്ന ഷെയ്ഡ് ഒന്നും കൂടെ ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജെൽ ലൈനറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ ഒരുപാട് വിടർന്ന കണ്ണുകളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ താഴെ ഒരുപാട് ബ്ലാക്ക് എഫക്റ്റ് വരാത്ത രീതിയിലാണ് ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾക്ക് ഫേക്ക് ലാഷസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് മസ്കാര ഇട്ട് നല്ല ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആളുടെ കണ്ണിൻ്റെ ഐബോൾ കുറച്ച് വലിപ്പം തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ആളുടെ വാട്ടർ ലൈനിൽ ബ്ലാക്കിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വൈറ്റ് കളറ് ലൈനറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറച്ച് ഐബോൾ വിടർന്ന ഫീൽ ഉണ്ടാവും. കുറച്ചും കൂടെ വിടർന്ന കണ്ണുകളായിട്ട് ഫീൽ ചെയ്യും. വളരെ ലൈറ്റായിട്ട് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫീച്ചേഴ്സൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കോണ്ടോറിങ് ചെയ്യുന്നുണ്ട്. നോസ് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കോണ്ടോറിങ് ചെയ്തിട്ടുണ്ട്. ഐബ്രോൻ്റെ താഴെ മുതൽ നോസിൻ്റെ എൻഡ് വരെ നല്ല രീതിയിൽ ഷാർപ്പായിട്ട് തന്നെയാണ് ഞാൻ കോണ്ടോറിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലഷും അതുപോലെ ഒരുപാട് ഹെവി ആയിട്ട് കൊടുക്കാതെ വളരെ നാച്ചുറലായിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലിപ്പ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതൊരു കോസ്റ്റ്യൂമിന് മാച്ചായിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. ലിപ്പ് ഒരുപാട് ബ്രൈറ്റായിട്ട് പോകണ്ടെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് ലിപ്സ്റ്റിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പോകുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് നൈക്കയുടെ പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. നൈക്കയുടെ ആണെങ്കിൽ ഈ ഷെയ്ഡ് വരുന്നത് മൈഥിലി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് നൈക്കയിൽ. എനിക്ക് ഈ ഒരു ഷെയ്ഡ് കുറച്ച് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും കോമൺ ആയിട്ട് പോകുന്ന ഒരു ഷെയ്ഡാണ്. സോ ഞാനത് എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട് ഈ ഒരു ഷെയ്ഡ്സ്. അപ്പോൾ ബിന്ദി കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഫിക്സിങ് സ്പ്രേ ചെയ്യുകയാണ്. അത് വന്നിട്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ അർബൻ ഡെക്കയുടെ ഫിക്സിങ് സ്പ്രേ ആണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഹെയർ പ്രിപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് സ്റ്റാർട്ട് ചെയ്തു. എൻഗേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലൂസ് ഹെയർ പോവാം കേൾ ചെയ്തിട്ടെന്നാണ് വിചാരിക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെയർ ഒന്ന് ബാക്കിലേക്ക് വോളിയം വരുന്ന രീതിയിൽ ബാക്ക് കോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഒരുപാട് നെറ്റിയൊന്നുമില്ല. അപ്പോൾ കുറച്ച് ബാക്കിലേക്ക് കോംബ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. സോ നമ്മൾ സ്റ്റൈലിംഗ് ചെയ്ത് നോക്കിയപ്പോൾ ആൾക്ക് അത് നല്ല സ്യൂട്ടായിരുന്നു. അതുകൊണ്ടിപ്പോൾ നീറ്റായിട്ടൊന്ന് കോംബ് ചെയ്ത്
ബാക്കിലേക്കുള്ള ഹെയർ വോളിയം ഞാനൊന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പൗഡർ വെച്ചിട്ട് ബാക്ക് കോംബ് ചെയ്യാണ്. പ്രിപ്പിങ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഏത് ഹെയർ സ്റ്റൈലും ഏത് ഹെയറിലും ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ ബ്രൈഡ്സിനോടും ഞാൻ പ്രത്യേകം പറയുന്ന കാര്യമാണ്, ഓയിൽ ഫ്രീ ആക്കി വെക്കുക, കണ്ടീഷണർ യൂസ് ചെയ്യാതിരിക്കുക, മാക്സിമം ഡ്രൈ ആയിട്ട് ആ ഒരു ദിവസം ഹെയർ കീപ്പ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഹെയറിൽ ക്രിമ്പിങ്ങും അയണിങ്ങും പോലുള്ള മെഷീൻസൊക്കെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലെ ലൈൻസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വിസിബിൾ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ആ മെഷീൻസിൻ്റെ ആ ഒരു സോഫ്റ്റ് ഹെയറിൽ നമ്മൾ മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ അതങ്ങനെ ലാസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ലൈൻസൊക്കെ അത്ര വിസിബിളായിട്ട് കിട്ടത്തില്ല. എത്ര സ്പ്രേ ചെയ്താലും അത് കിട്ടില്ല. അപ്പോൾ എല്ലാ ബ്രൈഡ്സും പ്രോപ്പറായിട്ട് ഹെയർ വാഷ് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആളുടെ ഹെയർ കളേർഡ് ആയതുകൊണ്ടിട്ട് ഇതുപോലെ ലൈൻസൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കേൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ടാണ് സ്റ്റൈലിങ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഹെയർ വോളിയം ഉണ്ടെങ്കിലും നമ്മൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഫൈനൽ ഇതാ ഹെയർ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഈ കേൾസൊക്കെ ഇതുപോലെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേൾ ചെയ്യുന്ന ടൈമിൽ തന്നെ കേൾ ചെയ്ത് അപ്പം തന്നെ അത് ലൂസാക്കി വിടാതെ ഒരു ക്ലിപ്പ് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് അവിടെ വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ആ ക്ലിപ്പ് റിലീസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഈ കേൾസൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരുപാടൊന്ന് ലൂസായി പോകാതെ ഇതുപോലെ അങ്ങ് ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനൽ ഇതാ ഹെയർ ആക്സറീസ് ഫിക്സ് ചെയ്തു. ഇതാൾ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ആക്സറീസാണ്. അപ്പോൾ അതും കൂടെ മാച്ച് ചെയ്ത് നമ്മൾ ഹെയർ കംപ്ലീറ്റ് കളേർഡ് ആയിട്ടുള്ള ആ ഒരു ഹെയറിൽ ആ ഒരു ആക്സറീസ് മാച്ച് ചെയ്തപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയൊരു ഷാളും കൂടെ ആഡ് ചെയ്താൽ മതിയായിരുന്നു. അതിന് മുന്നേ ഞാൻ ചെറുതായിട്ട് ആളുടെ ഫേസിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു ചെറിയ ബേബി ഹെയർസ് ഉണ്ടല്ലോ, അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. ഒരു മീഡിയം സ്പ്രേ ആണ് യൂസ് ചെയ്തത്. ഇതിന് ശേഷം ഞാൻ ഷൈനിങ് സ്പ്രേയും കൂടെ ഫൈനലി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ദുപ്പട്ടയും കൂടെ ആഡ് ചെയ്തു. നമ്മൾ കംപ്ലീറ്റ് ലുക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് എന്നെ ബുക്ക് ചെയ്ത് എൻ്റെ ബ്രൈഡാണ് കേട്ടോ ഇത്. അത് ഞാൻ ഫസ്റ്റ് തന്നെ പറയേണ്ട കാര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും മേക്കപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.